ഒരു 3 ദിവസത്തെ വ്രതമെങ്കിലും എടുത്തിരിക്കണം എന്നുള്ളതാണ്. പണ്ടാരോ പറഞ്ഞ് അങ്ങോട്ട് തൂകിയാൽ മാത്രമേ ഐശ്വര്യം വരുള്ളൂ. പക്ഷെ അത് വയ്ക്കുന്നത് നമ്മുടെ ശരീരമായി തന്നെയാണ് നമ്മൾ പൊങ്കാലയിടുന്നത്. അപ്പോൾ അതിലുള്ള നേദ്യവും നമ്മുടെ മനസ്സും. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ മാർച്ച് 3-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്ന സ്ത്രീജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പലർക്കും ഉള്ള സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. എത്ര ദിവസമാണ് വ്രതം എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 ദിവസമെങ്കിലും വ്രതം എടുക്കണമെന്നുള്ളതാണ്. എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ ഒരു 3 ദിവസത്തെ വ്രതമെങ്കിലും എടുത്തിരിക്കണം എന്നുള്ളതാണ്. അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുക, ബാക്കിയുള്ള സമയത്ത് ഉപ്മാവോ അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. ലളിതാ സഹസ്രനാമമൊക്കെ നല്ല രീതിയിൽ തന്നെ ജപിക്കുക. അതുപോലെ ആരാണ് പൊങ്കാല ഇടുന്നത് അവർ മാത്രം വ്രതം എടുത്താൽ മതി. എന്നാൽ കുടുംബം ഉള്ള ആൾക്കാർ മുഴുവൻ വ്രതം എടുക്കുകയാണെങ്കിൽ കുടുംബത്തിലെല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ട് കാര്യങ്ങളുണ്ട്. അതായത് പൊങ്കാല നിവേദ്യം കിഴക്കോട്ടാണ് തൂവുന്നതെങ്കിൽ മാത്രമേ ഐശ്വര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. പലരും പറയുന്നതാണ്, അയ്യോ അങ്ങോട്ടാണല്ലോ ഇങ്ങോട്ടാണല്ലോ തൂവി എന്നുള്ള കാര്യങ്ങൾ. അത് പണ്ടാരോ പറഞ്ഞ് അങ്ങോട്ട് തൂവിയാൽ മാത്രമേ ഐശ്വര്യം വരുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൊങ്കാല നേദ്യം ഭഗവതിക്ക്, ആറ്റുകാല അമ്മച്ചിക്ക് അങ്ങനെ തന്നെ പറയാം അല്ലേ. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ആറ്റുകാല അമ്മച്ചി എന്ന് തന്നെ പറയുള്ളൂ അല്ലേ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവതിയാണ്. അപ്പോൾ ആറ്റുകാൽ ഭഗവതിക്ക് വേണ്ടിയിട്ട്, അല്ലെ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറയാം. ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ നേദിക്കുന്ന ആറ്റുകാൽ പൊങ്കാല, ആ മൺപാത്രം, അതായത് മൺകലം, ആ കലം നമ്മൾ ശുദ്ധ വൃത്തിയോടുകൂടിയാണത് വയ്ക്കുന്നത്. നമ്മുടെ ശരീരമായി തന്നെയാണ് നമ്മൾ പൊങ്കാലയിടുന്നത്. അപ്പോൾ അതിലുള്ള നേദ്യവും നമ്മുടെ മനസ്സും. അപ്പോൾ ഭഗവതി എന്താ തീരുമാനിച്ചേക്കണം എന്ന് പറഞ്ഞാൽ അതേ നടക്കുകയുള്ളൂ, നമ്മളെന്ത് കാര്യമായിട്ടാണേലും. അപ്പം നമ്മൾ ഭഗവതിക്ക് ഇഷ്ടപ്രകാരം നമ്മുടെ എന്താ പറയുന്നത് മൺകലമാകുന്ന ശരീരത്തോടും നേദ്യമാകുന്ന മനസ്സോടും കൂടി അങ്ങ് നേദിക്കുകയാണ്. അപ്പോൾ ഭഗവതിയുടെ ഒരു കടാക്ഷോ അനുഗ്രഹം നമുക്കുണ്ടാവും. അത് എങ്ങോട്ട് പോകിയാലും കുഴപ്പമില്ല. അത് നമ്മൾ ഭഗവതിക്കാണ് അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയ്ക്കാണ് നമ്മൾ നേദിക്കുന്നത്. അതിൻ്റെ ഐശ്വര്യം എന്തായാലും കുടുംബത്തിനുണ്ടാവും. അപ്പം 3 ദിവസത്തേക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം ഇനി വ്രതം എടുക്കാൻ പറ്റുന്നവർ 3 ദിവസത്തേക്കെങ്കിലും വ്രതം എടുക്കുക. പുതിയ വസ്ത്രം തന്നെ ധരിക്കുക. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അലക്കിയിട്ട് വളരെ ശുദ്ധിയോടുകൂടി ആ സമയത്ത് അന്നെടുത്ത് ധരിക്കുക. അലക്കി തേച്ച് ഇട്ടിട്ടേ പുതിയ മൺകലം തന്നെ വേണം എന്നുണ്ട്. വളരെ ശുദ്ധിയായിരിക്കണം. അതുപോലെ തന്നെ അടുപ്പിലേക്ക് അഗ്നി പകരുമ്പോൾ മുമ്പ്, അതായത് അടുപ്പിലേക്ക് നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുമ്പോൾ ഉറപ്പായിട്ടും ദേവീ മന്ത്രം ജപിക്കുക. ഒന്നുമില്ല അമ്മേ നാരായണ ദേവി നാരായണ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ അമ്മേ നാരായണ ദേവി നാരായണ എങ്കിലും ജപിച്ചിരിക്കണം അല്ലേ. ആറ്റുകാലമ്മേ എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാൻ. അതിന് മുമ്പ് തന്നെ ഗണപതി ഒരുക്ക് വെച്ചിരിക്കണം. നമ്മളെ വിഘ്നങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗണപതിയാണല്ലോ എപ്പോഴും പ്രീതിപ്പെടുത്തുന്നത്. ഇവിടെ അങ്ങനെ തന്നെ വളരെ ശുദ്ധിയോടുകൂടി വേണം പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുവാനും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള പൊങ്കാല നേദ്യം ഒക്കെ ഉണ്ടാക്കുവാനും. പിന്നെ ചിലർക്കൊക്കെ ഉള്ള ഡൗട്ടുണ്ട്, ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്ത് കാല് കുത്തിയാൽ മതി.
പൊങ്കാല നേദ്യം, അതായത് ആറ്റുകാല അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അല്ലെ ആറ്റുകാല അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ബാക്കി തിരുവനന്തപുരത്തുകാർ നോക്കിക്കോളും. നിങ്ങളെ പൊങ്കാല ഇടിപ്പിച്ചിട്ടേ വിടുള്ളൂ. അത്ര ഒരു നല്ല മനസ്സുള്ള ആൾക്കാരാണ് തിരുവനന്തപുരത്തുകാർ. കാരണം ഞാൻ പഠിച്ചൊക്കെ അവിടെയാണ്, അപ്പോൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും വരില്ല. വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്, എല്ലാം അതൊക്കെ അവർ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് പൊങ്കാല വേദ്യം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നവരെ അവരെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ കാണും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നല്ലൊരു മനസ്സോടുകൂടി ഒരുമിച്ച് നിന്നാണ് ആ കാര്യം. ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തിരുവനന്തപുരത്തുകാർ എല്ലാ കാര്യത്തിനും അവർ ഒരുമിച്ച് തന്നെയാണെങ്കിൽ പോലും പ്രത്യേകമായി, കാരണം അതിഥികളായിട്ട് വരെ വരുന്നൊരു സമയമാണ്. നമ്മൾ ദൂരദേശത്തു നിന്നും തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്മയെ കൊണ്ട് തൊഴുത് പൊങ്കാല നേദ്യം സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴവർ അതിഥിയെ എങ്ങനെയാണോ അല്ലെ അതിഥി ദേവോ ഭവ, അതുപോലെ തന്നെ അവർക്കൊരു കുറവും ഉണ്ടാകരുതെന്ന്. കാരണം അമ്മമാരായിട്ടും ചേച്ചിമാരായിട്ടും ഒക്കെ കണ്ടവർ സ്വന്തം അതുപോലെ തന്നെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരും. നമ്മുടെ വ്രതം എപ്പോഴാണ് തീരുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊങ്കാല നേദ്യം കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിരുമേനി വന്നെല്ലാം തൂകി എല്ലാം കഴിയാൻ നേരത്ത് ആ പൊങ്കാല നേദ്യം തന്നെ കഴിച്ച് നമുക്ക് വ്രതം മുറിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ പുല വാലായ്മയൊക്കെ ഉള്ളവർ ഒരു വർഷം കഴിഞ്ഞിട്ട്, അതായത് അത്ര അടുപ്പമുള്ള ബന്ധു അങ്ങനെയുള്ള അച്ഛൻ അമ്മ അങ്ങനെയുള്ള ഒരു മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് പൊങ്കാല ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ വളരെ ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും ഈ നമ്മുടെ ഈ വ്രതം ആരംഭിക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒന്നുമില്ല അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എങ്കിലും ചൊല്ലണം. പറ്റുന്നവരൊക്കെ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുക, ബുക്കൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തന്നെ പോവുക. അപ്പം തലേ ദിവസം തന്നെ പോയി ആറ്റുകാല അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ മാക്സിമം ശ്രമിക്കുക. പിറ്റേ ദിവസം പിന്നെ തിരക്കായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം കാര്യങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ അടയ്ക്കും. രാവിലെ ഏകദേശം 9:45 ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഏകദേശം 2:15 ഉച്ച കഴിഞ്ഞ് 2:15 ഏകദേശം പൊങ്കാല നേദ്യം തളിക്കും. 3 മണി കഴിഞ്ഞിട്ട് ചന്ദ്രഗ്രഹണത്തിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 3:15 എനിക്ക് തോന്നുന്നു ക്ഷേത്രം അടയ്ക്കും എന്നുള്ളതാണ്. പിന്നെ വൈകിട്ടേ ഉള്ളൂ. അപ്പം അതിന് മുമ്പേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണ താമസമാണ്. ഇപ്രാവശ്യം അതെല്ലാം നേരത്തെ ആക്കിയിട്ടുണ്ട്. അങ്ങനൊരു ദിവസം കൂടി ചേർന്നിരിക്കുകയാണ്. ചന്ദ്രഗ്രഹണത്തിൻ്റെ അന്ന് തന്നെ ആറ്റുകാലമ്മയുടെ പൊങ്കാല അല്ലേ. വളരെ സന്തോഷമാണ് അങ്ങനൊരു കാര്യം. പലർക്കും പലവിധ മാറ്റങ്ങളും കാര്യങ്ങളും അവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചന്ദ്രഗ്രഹണം കഴിയാൻ നേരത്ത് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ആറ്റുകാലമ്മയ്ക്ക് നമ്മളെ കൊണ്ട് അല്ലേ, നമ്മളാകുന്ന ശരീരവും മനസ്സും കൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ പൊങ്കാല അർപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യവും പറഞ്ഞ് എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത് ഉറപ്പായിട്ടും ഒരു വർഷത്തിനുള്ളിൽ പൊങ്കാല ഇട്ട് ഈ പറഞ്ഞ നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. അതായത് നമ്മൾ പൊങ്കാല അർപ്പിച്ച് ആറ്റുകാലമ്മയുടെയൊക്കെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. അപ്പം ചിലർക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർ വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അവരും ഇതേ പോളിസി തന്നെ ചെയ്യുക. ഇതുപോലെ തന്നെ വ്രതം കാര്യങ്ങളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഏകദേശം രാവിലെ ഈ സമയക്രമമൊക്കെ പാലിക്കുക. ശുദ്ധിയും വൃത്തിയും അതാണ് ഇപ്പോൾ വേണ്ടത്. വീട്ടിൽ തന്നെയൊക്കെ ഇടുന്നുള്ള ആൾക്കാരുടെയാണ് കാര്യം പറഞ്ഞത്. പുതിയ വസ്ത്രങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ശുദ്ധവും വൃത്തിയോടുകൂടി കാര്യങ്ങളെല്ലാം കലത്തിൻ്റെ ആണേലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണേലും വളരെയധികം ശുദ്ധിയും വൃത്തിയോടുകൂടി തന്നെ ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ എല്ലാവരെയും ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തിയാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാര്യം, മുന്നോട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങൾ, അതുപോലെ ഇപ്പോഴത്തെ സമയം, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ.
എല്ലാവരെയും ആറ്റുകാലം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ചിലർക്കൊക്കെ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടാനായിട്ട് കാരണം. പലരും എന്നോട് ചോദിച്ചു, അതുകൊണ്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ജീവേഷ്.